ഇന്ന് ബലിപെരുന്നാളാണ്. പെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിലും പ്രചാരണ തിരക്കിൽ തന്നെയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. പൊതുപര്യടനങ്ങൾ ഒഴിവാക്കി വോട്ടേഴ്സിനെ നേരിൽ കണ്ടാണ് LDF, UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. പോത്തുകൽ പഞ്ചായത്തിലാണ് NDA സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. വിപിൻ, പെരുന്നാളാണിന്ന്, അതിൻ്റെതായ ഒരു മൂഡിലാണ് നിലമ്പൂർ എന്നറിയാം. ആ സമയത്തും ഈ പ്രചാരണത്തിന് ഒരു മാറ്റവുമില്ലാതെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് തന്നെയാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ വിവരങ്ങൾ ഈ പര്യടനം സംബന്ധിച്ച്? ഒപ്പം തന്നെ ഓരോ ദിവസം ഇങ്ങനെ വോട്ടെടുപ്പിനായി അടുത്ത് വരുമ്പോൾ എത്രമാത്രം വിജയപ്രതീക്ഷ അല്ലെങ്കിൽ അതിനൊരു കണക്കുകൂട്ടലൊക്കെ സജീവമായി തന്നെ ഉണ്ടാകുമല്ലോ മുന്നണികൾക്കകത്ത്? വിവരങ്ങൾ. അതെ, ഇന്നത്തെ ഈ ഒരു പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ കാര്യത്തിലാണ് എല്ലാവരും ഉള്ളത്. ഒരു അവധി മൂഡ് തന്നെയാണ് ഇന്ന് പ്രധാനമായിട്ടും. അപ്പൊ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഈദ്ഗാഹുകളിലും പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടുമായിരുന്നു സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണം ആയതുകൊണ്ട് അതിനിടയിലാണ് ഈ പെരുന്നാൾ വന്നത്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിന്റെ ആഘോഷം അത് വോട്ടഭ്യർത്ഥന കൂടിയാക്കി മാറ്റി ഇന്ന് എല്ലാ സ്ഥാനാർത്ഥികളും. രാവിലെ തന്നെ ആര്യടൻ ഷൗക്കത്ത് മിനർവ പടിയിലും ഒപ്പം തന്നെ മുക്കട്ടയിലുമുള്ള പള്ളിയിലാണ് എത്തിയത്. അവിടുത്തെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം പാട്ടക്കരിമ്പിലുള്ള ഒരു ആദിവാസി ഉന്നതിയിലെത്തി. അവിടുന്നായിരുന്നു ഇന്ന് ഉച്ചയ്ക്കുള്ള ഈ ഒരു പെരുന്നാൾ ഭക്ഷണം അദ്ദേഹം കഴിച്ചത്. ആദിവാസി സമൂഹത്തിനൊപ്പം ഇരുന്നായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് പെരുന്നാൾ ഇന്ന് കൊണ്ടാടിയത്. മറ്റൊന്നുള്ളത് LDF സ്ഥാനാർത്ഥിയാണ്. LDF സ്ഥാനാർത്ഥി ഇന്ന് ചുങ്കത്തറയിലെ ജുമാ മസ്ജിദിലും ഒപ്പം തന്നെ ഈ മുക്കട്ട ജുമാ മസ്ജിദിലും എത്തി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു വരുന്ന വിശ്വാസികളെ കണ്ടു. അവിടുന്ന് വോട്ട് അഭ്യർത്ഥിച്ചു. CPM നേതാവായിട്ടുള്ള PK സൈനിയുടെ വീട്ടിലാണ് ഇന്നിപ്പോൾ M സ്വരാജിനെ വരുന്നുള്ളത്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് എത്തിയിട്ടുണ്ട്. അവർ ആ രീതിക്കാണ് ഇന്നിപ്പോൾ ഈ പ്രചാരണം ഒന്ന് ശക്തമാക്കുന്നത്. നാളെ മുതൽ തന്നെ മന്ത്രിപ്പട ഇവിടെ എത്തിത്തുടങ്ങും. 13, 14, 15 അങ്ങനെ 3 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ LDFന് വേണ്ടി പ്രചാരണത്തിന് ഇവിടെ ഇറങ്ങും. NDAക്ക് വേണ്ടി ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു. മലയോര ജനതയുടെ പ്രശ്നമാണ് പ്രധാനമായും പറയുന്നത്. ഉപ്പട മേഖല കേന്ദ്രീകരിച്ച് അവിടുത്തെ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് ഇന്ന് ഈ NDAയുടെ സ്ഥാനാർത്ഥി കൂടി വോട്ട് അഭ്യർത്ഥിച്ചു. PV അൻവർ ഇന്ന് എടക്കര മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈദ്ഗാഹിലൊക്കെ പങ്കെടുത്തത്. അങ്ങനെ ഒരു പെരുന്നാൾ മൂടാണെങ്കിലും അതെല്ലാം തന്നെ പ്രചാരണത്തിനായിട്ട് ഇന്ന് ഇപ്പോൾ മറ്റ് വിവാദ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞുമാറി പ്രധാനമായും വോട്ടഭ്യർത്ഥന നേരിട്ട് കണ്ട ആളുകളെ വോട്ടഭ്യർത്ഥനയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇനി നാളെ മുതൽ പൊടിപാറും പ്രചാരണമാകുമെന്നുള്ളത് ഒരു ഉറപ്പാണ്. പ്രജിത്ത്, വിപിൻ, ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്, അത് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യം, അതുകൊണ്ട് തന്നെ ഈ ജനവിധി എന്താണെന്നറിയാൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വലിയ ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. ഈ രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല, മറ്റ് അവിടെ പലയിടങ്ങളിലായി സഞ്ചരിക്കുമ്പോഴൊക്കെ അവിടുത്തെ ജനങ്ങൾ എന്താണ് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നത്, ഒപ്പം തന്നെ ആർക്ക് ജയം എന്ന രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ ഈ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നുണ്ടോ, എന്താണ് അവർ യഥാർത്ഥത്തിൽ താല്പര്യപ്പെടുന്നത്, എന്ത് മാറ്റം ഉണ്ടാവണം നിലമ്പൂരിൽ എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനം ജനങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നുണ്ടോ വിപിൻ? പ്രജിൻ, ആദ്യഘട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സമയത്ത് ഒരു തണുപ്പൻ മട്ടായിരുന്നു. കാരണം മഴക്കാലമായിരുന്നു, അതിശക്തമായ മഴ പെയ്യുന്നു, സ്കൂൾ തുറക്കാൻ പോകുന്നു. അങ്ങനെ ഒരു തണുപ്പൻ മട്ടിന്റെ ഇടയിലായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. പക്ഷേ ആ പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോഴത് എത്തി നിൽക്കുന്നത് ഒരു ചതുഷ്കോണ മത്സരം എന്നുള്ളതിലേക്ക് തന്നെയാണ്. മുക്കിലും മൂലയിലും തിരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നു, രാഷ്ട്രീയം ചർച്ചയാകുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമായും പറയുന്നത് ഒരു അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇപ്പോഴും ഈ രാഷ്ട്രീയക്കാർ ആ ചർച്ചകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും നിലമ്പൂരിലെ മലയോര മേഖല നേരിടുന്ന ഒരു പ്രശ്നം ഇവിടുത്തെ വന്യമൃഗ ശല്യമാണ്. അത് കാട്ടുപന്നിയായാലും അതുപോലെ തന്നെ ആനകളായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ കടുവ, പുലി, ഇത്തരത്തിലുള്ള ഒരു ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു പ്രതിവിധി എന്തായിരിക്കണം, ഒരു ശാശ്വത പരിഹാരം, ഇത്തരത്തിലുള്ളൊരു ചർച്ചകളിലേക്ക് ഒന്നാമത് പോകുന്നില്ല. പിന്നെ ഈ മഴക്കാലമാണ്, പ്രകൃതി ദുരന്തം ഉണ്ടായ ഒരു സ്ഥലമാണ് നിലമ്പൂര് കവളപ്പാറ പ്രദേശത്ത്. അവിടെയൊക്കെ ഇപ്പോഴും ജനങ്ങൾ കുറച്ച് ഭീതിയിലൊക്കെ ആ പ്രദേശത്ത് കഴിയുന്നുണ്ട്. അവർക്ക് ഏത് രീതിക്കായിരിക്കാം ഇനിയൊരു മുന്നോട്ടുള്ളൊരു യാത്രയ്ക്ക് സഹായകരമാവുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഒപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ അപകടങ്ങൾ ഉണ്ടായപ്പോൾ അവർക്കുണ്ടായിരുന്ന എല്ലാ നഷ്ടപരിഹാരങ്ങളും കൊടുത്തു തീർത്തോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഗവൺമെന്റ് കോളേജ് സ്വന്തമായിട്ട് ഉള്ളൊരു സ്ഥലത്തല്ല ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ ഈ ബൈപ്പാസിനെ പണം അനുവദിച്ചു എന്നുള്ളത് സർക്കാർ പറയുമ്പോഴും അതിന്റെ പദ്ധതി എന്ന് തുടങ്ങും, എന്നായിരിക്കും അത് പൂർത്തീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. ഇതൊക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇവയിലേക്ക് ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ചർച്ച പോകും എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ UDFനെ സംബന്ധിച്ച് ആദ്യ ആഴ്ച PV അൻവറിനെ ചുറ്റിയായിരുന്നു ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം ന്യൂനപക്ഷങ്ങളുമായി മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതായിരുന്നു UDF എടുത്തത്. ഒപ്പം തന്നെ LDFന്റെ പ്രധാന ചർച്ച KC വേണുഗോപാൽ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശമായിരുന്നു. ഈ ഒരു കാര്യങ്ങളിലൊക്കെയാണ് ചർച്ച പോകുന്നതെന്നും ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളൊരു വികാരം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ തന്നെയാണ് ഇപ്പോൾ PV അൻവർ കൂടി പരസ്യ പ്രചാരണം തുടങ്ങുന്നത്. അപ്പോൾ ഇനി വെറും 12 ദിവസങ്ങൾ മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത്. ഈ 12 ദിവസങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ആര് ശാശ്വത പരിഹാരം
അധികാരം പറയുന്നു, അത് ചർച്ചയാകണം എന്നുള്ളത് കൂടി ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. 7 ഗോത്രങ്ങളിൽ ഏകദേശം 600-ലേറെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവർക്കുള്ള പദ്ധതികൾ ഏത് രീതിയിലായിരിക്കണം ഇനി മുന്നോട്ട് തുടങ്ങിയിട്ടുള്ള കാര്യഗൗരവമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മൾ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൾസ്. വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.